ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു പുതിയൊരു സെക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. റെഗുലറായിട്ട് നമ്മുടെ ഫാമിംഗ് കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ പോകുന്നതെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത്. കാര്യം ഞാൻ ഇതിൻ്റെ പുറകിലായതുകൊണ്ട് അപ്പോൾ എനിക്കത് കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് മൊത്തം 5 സെൻറ്റ് വസ്തുവാണുള്ളത്. അതിനകത്ത് ശരിക്കും ഈ കാണുന്നത് ഞാൻ ടെമ്പററി ആയിട്ട് കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കാനായിട്ട് വെച്ച ഒരു ചെറിയൊരു മുറി, ഒരു അടുക്കളയുള്ളൊരു വീടാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5-2 വർഷമായിട്ട് ഞാനിപ്പോൾ ഇതിനകത്താണ് താമസം. എന്തായാലും ഈ ഒരു ടെമ്പററി സെറ്റപ്പ് എന്നാലും നമുക്ക് പൊളിച്ചേ പറ്റൂ. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വീട് കാര്യങ്ങൾ ഇവിടെ പണിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളത് എന്ന് വെച്ചാൽ മൊത്തത്തിൽ പൊളിച്ച് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാര്യം കുറച്ച് പോർഷൻ, അതായത് ഒരു 1/4 പോർഷൻ പൊളിച്ചതിന് ശേഷം ബാക്കി നിർത്താനുള്ള ഒരു ഐഡിയയിലാണ്. കാരണം നമുക്ക് സാധനങ്ങൾ വെക്കാൻ, പണി സാധനങ്ങളൊക്കെ വെക്കാനും മെറ്റീരിയൽ വെക്കാനൊക്കെ ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് എന്തായാലും വേണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് പോർഷൻ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി പോർഷൻ നമുക്കിത് കെട്ടി സെറ്റ് ചെയ്യാനുള്ള ഉദ്ദേശമാണ്. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ്റെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ വീടിൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് നമ്മൾ കുറ്റിയടിച്ച് ചരട് കെട്ടി നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്നത് കോളം വെട്ടാനുള്ള മാർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കോളം വെട്ടി അതിനകത്ത് നമ്മുടെ കുറ്റിപ്പില്ലർ വാർത്ത് ബീം ചെയ്ത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യാനുള്ളൊരു പരിപാടി, ഡൈ ബീം അടിച്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടൊരു 2 നില വെക്കത്തക്ക രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ തൽക്കാലം ഞാൻ 1 നില വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ അത്തരത്തിൽ നമ്മൾ കുറ്റിപ്പില്ലർ വാർത്തതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കോളം വെട്ടിയതിന് ശേഷം അതിന് താഴെ PCC ചെയ്ത്, അതായത് 1.5 ഇഞ്ച് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ PCC ചെയ്തു. അതിന് മുകളിൽ നമ്മൾ കമ്പി കെട്ടി പെട്ടി അടിച്ച് നമ്മൾ വാർത്തിരിക്കുന്നതാണ് കാണുന്നത്. സോ ഇത്തരത്തിൽ ഏകദേശം 16ഓളം കുറ്റിപ്പില്ലറുകൾ നമ്മൾ വാർത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത് ചെയ്യാനായിട്ടൊരു 3 ദിവസത്തെ വർക്കുണ്ടായിരുന്നു. അതായത് ആദ്യത്തെ ദിവസം ഒരു കോളം വെട്ടുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് നമ്മളെ കമ്പി കെട്ടി പെട്ടി അടിച്ചു. 3-ാം ദിവസം ഒരു വാർത്ത് തന്നിട്ടുണ്ട്. ശരിക്കും ഇതിനെ കുറച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ ഇന്ന് 4-ാം ദിവസമാണ്. ഇന്ന് 4-ാം ദിവസം രാവിലെ വന്ന ഒരാൾ ഇത് പെട്ടി അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷട്ടർ കാര്യങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴയ ഷെഡ് പൊളിച്ചതിൻ്റെ ഭാഗം നമ്മൾ തകരമൊക്കെ വെച്ചിട്ട് മറച്ചിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കുറ്റിപ്പില്ലറിൻ്റെ സൈഡിലുള്ള കുഴി കാര്യങ്ങളൊക്കെ മണ്ണിട്ട് ലെവൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു വീടിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ ഞാൻ പറയാം. അതായത് നമ്മൾ 2 മുറി, ഒരു അടുക്കള, പിന്നെ ബാത്റൂം, കിച്ചൺ, വർക്ക് ഏരിയ, പിന്നെ അകത്തൂടെ തന്നെയാണ് സ്റ്റെയർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വീടാണ് ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ ഫൗണ്ടേഷൻ വരുന്നത് ഏകദേശം 960 സ്ക്വയർ ഫീറ്റോളം വരും. മുകളിലോട് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്താകുമെന്ന് കണ്ടറിയണം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. നമ്മൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.